അച്ചടക്കത്തിന്റെ അട്ടിപ്പേർ അവകാശം പറയുന്ന ബി.ജെ.പിയുടെ തനി നിറം മധ്യപ്രദേശിൽ ഇപ്പോൾ പൂർണ്ണമായിട്ടും പുറത്തേക്ക് വന്നിരിക്കുകയാണ്. മുൻ ആഭ്യന്തരമന്ത്രിയും മുതിർന്ന ബി.ജെ.പി നേതാവുമായ നരോത്തം മിശ്രയ്ക്ക് ഉപതെരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിച്ചതിനെ ചൊല്ലി ബി.ജെ.പിയിൽ വൻ കലാപമാണ് പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത്. കേരളത്തിൽ ഫണ്ട് തട്ടിപ്പുകാർ വിലസുമ്പോൾ അവിടെ മധ്യപ്രദേശിൽ ബി.ജെ.പിയുടെ സ്വന്തം അണികൾ തെരുവിൽ അഴിഞ്ഞാടുകയാണ്. നരോത്തം മിശ്രയുടെ അനുയായികളായ 3000-ഓളം പേരാണ് 12 മണിക്കൂറോളം നേരം ദേശീയപാത 44 ഉപരോധിച്ചത്. ഇത് വലിയ തോതിലുള്ള ആക്രമണ സംഭവങ്ങളിലേക്കും പോലീസുമായുള്ള കടുത്ത സംഘർഷത്തിലേക്കുമാണ് വഴിമാറിയത്. പ്രതിഷേധക്കാർ പോലീസിനു നേരെ നടത്തിയ ക്രൂരമായ കല്ലേറിൽ ജില്ലാ പോലീസ് മേധാവി അടക്കം നിരവധി പോലീസുകാർക്കാണ് പരിക്കേറ്റത്. സ്വന്തം നേതാവിന് സീറ്റ് കിട്ടിയില്ല എങ്കിൽ ക്രമസമാധാനം തകർക്കാൻ പോലും മടിക്കാത്തവരാണ് ബി.ജെ.പിക്കാരെന്ന് ഇതിലൂടെ തെളിഞ്ഞിരിക്കുകയാണ്. ദതിയ നിയമസഭാ മണ്ഡലത്തിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ നരോത്തം മിശ്രയെ പാടെ തഴഞ്ഞ് അശുതോഷ് തിവാരിയെ സ്ഥാനാർത്ഥിയാക്കിയതാണ് ബി.ജെ.പിക്കുള്ളിലെ ഈ തെരുവ് യുദ്ധത്തിനുള്ള കാരണം. ദതിയയിൽ നിന്നും 3 തവണ തിരഞ്ഞെടുക്കപ്പെട്ട മുതിർന്ന നേതാവിനെയാണ് ബി.ജെ.പി നേതൃത്വം ഇപ്പോൾ കറിവേപ്പില പോലെ വലിച്ചെറിഞ്ഞിരിക്കുന്നത്. ബി.ജെ.പിയുടെ ഈ ചതിയിൽ നരോത്തം മിശ്രയുടെ അനുയായികൾ കടുത്ത പ്രകോപനത്തിലാണ്. നേരത്തെ 2023 നടന്ന തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ രാജേന്ദ്ര ഭാരതിയോട് 7500-ലധികം വോട്ടുകൾക്ക് നരോത്തം മിശ്ര പരാജയപ്പെട്ടിരുന്നു. എന്നാൽ ഒരു വഞ്ചനാ കേസിൽ ദില്ലി കോടതി 3 വർഷം തടവ് ശിക്ഷയ്ക്ക് വിധിച്ചതോടെ രാജേന്ദ്ര ഭാരതിക്ക് MLA സ്ഥാനം നഷ്ടമാവുകയായിരുന്നു. അങ്ങനെയാണ് അവിടെ ഉപതെരഞ്ഞെടുപ്പിന് വഴിയൊരുങ്ങിയത്. ഉപതെരഞ്ഞെടുപ്പിൽ തനിക്ക് തന്നെ സീറ്റ് ലഭിക്കുമെന്ന് ഉറച്ചു വിശ്വസിച്ച് നാമനിർദ്ദേശക പത്രിക അടക്കം വാങ്ങി നരോത്തം മിശ്ര കാത്തിരിക്കുകയായിരുന്നു. എന്നാൽ കഴിഞ്ഞ വെള്ളിയാഴ്ച അപ്രതീക്ഷിതമായിട്ട് ബി.ജെ.പി അശുതോഷ് തിവാരിയെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കുകയുമായിരുന്നു. ഇതോടെ നരോത്തം മിശ്ര കടുത്ത അതൃപ്തിയിലാവുകയും തൊട്ടു പിന്നാലെ അദ്ദേഹത്തിന്റെ അണികൾ വൻ പ്രതിഷേധവുമായിട്ട് തെരുവിലേക്ക് ഇറങ്ങുകയുമായിരുന്നു. രോക്ഷാകുലരായ പ്രതിഷേധക്കാർ 12 മണിക്കൂറോളം ദേശീയപാത ഉപരോധിച്ചുവെന്നും പോലീസിന് നേരെ കല്ലേറ് നടത്തിയെന്നും പോലീസ് വാഹനങ്ങളടക്കം നിരവധി പൊതുവാഹനങ്ങൾ തകർത്തുവെന്നും ജില്ലാ കളക്ടർ സ്വപ്നിൽ വാങ്കഡെ തന്നെ മാധ്യമങ്ങളോട് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഒടുവിൽ പ്രതിഷേധക്കാരെ പിരിച്ചുവിടാനായി പോലീസിന് കണ്ണീർ വാതകം വരെ പ്രയോഗിക്കേണ്ടി വന്നു. ആക്രമണം നടത്തിയ പ്രതിഷേധക്കാരിൽ ചിലരെ പോലീസ് ഇതിനോടകം തന്നെ അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. സ്വന്തം ഗ്രൂപ്പ് പോരിലും സീറ്റ് തർക്കത്തിലും പെട്ട രാജ്യത്തിന് തന്നെ നാണക്കേടുണ്ടാക്കുകയാണ് ഈ ബി.ജെ.പി. സ്വന്തം പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾക്ക് പോലും നീതി കൊടുക്കാൻ കഴിയാത്ത, അണികളെ നിയന്ത്രിക്കാൻ കഴിയാത്ത വിധം ആഭ്യന്തര കലഹത്തിൽ ഉലയുന്ന ബി.ജെ.പിയുടെ യഥാർത്ഥ മുഖമാണ് ഇപ്പോൾ മധ്യപ്രദേശിൽ നിന്നും കാണുന്നത്. അധികാരം നിലനിർത്താൻ ഏതറ്റം വരെയും പോകുന്ന ബി.ജെ.പിയിലെ ഈ ഗ്രൂപ്പ് പോര് വരും ദിവസങ്ങളിൽ ഇന്ത്യ ഒട്ടാകെ അവർക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കും എന്നതിൽ തർക്കമില്ല. ഇത് സംബന്ധിച്ച് മധ്യപ്രദേശിൽ നിന്നും ലഭിച്ച ഒരു വീഡിയോ ചേർക്കുന്നുണ്ട്, കാണാം.